ശ്രീ സി വി വർഗീസിലേക്ക് പോവുകയാണ്. ശ്രീ സി വി വർഗീസ്, വയനാട് പോലെ തന്നെ ഇടുക്കിയും ഇതുപോലെയുള്ള വന്യമൃഗങ്ങളുടെ വലിയ ആക്രമണം നേരിടുന്ന ഒരു ജില്ലയാണ്. വയനാട് പോലെ തന്നെ അവിടെയും നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണ്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഇപ്പോൾ ജയൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത് സംസ്ഥാന സർക്കാരിന് മാത്രം ഒറ്റയ്ക്ക് നിന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല. ഇതിൽ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നു എന്നതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് വളരെ പരിമിതമായ അധികാരങ്ങൾ മാത്രമാണ് ഈ വനത്തിൻ്റെ കാര്യത്തിലുള്ളതെല്ലാം നമുക്കറിയാം. പക്ഷേ ഒരു തരത്തിലുള്ള സഹകരണവും അവിടെ ഉണ്ടാകുന്നില്ല. നോക്കൂ, വയനാടിന് വേണ്ടി മാത്രം 620 കോടി രൂപയുടെ ഒരു പാക്കേജ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിനോട് മുഖം തിരിക്കുന്ന കേന്ദ്ര സർക്കാരാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒപ്പം ഇടപെടേണ്ടവർ ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന വിമർശനവുമുണ്ട്. തീർച്ചയായും നമുക്ക് അവരുടെ സങ്കടങ്ങൾ കാണാതിരിക്കാനാകില്ല. ഇതിനെന്താണ് പരിഹാരം? എല്ലാ ജനങ്ങളും ഒന്നിച്ച് നിന്നുകൊണ്ട്, കേൾക്കാൻ മേലെ? കേൾക്കാം, പറഞ്ഞോളൂ. ഒന്നിച്ച് നിന്നുകൊണ്ട് ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ നാടിന് ഈ ദുരന്തം ഉണ്ടാക്കിയതിനെ സംബന്ധിച്ച് ഇതിൻ്റെ നാൾവഴികൾ പരിശോധിച്ചാൽ 1972 വന്യജീവി സംരക്ഷണ നിയമവും 1973 ടൈഗർ പ്രോജക്റ്റ് നിയമവും 1980 വനസംരക്ഷണ നിയമവുമെല്ലാം ഉണ്ടാക്കിയത് ചരിത്രപരമായി പരിശോധിച്ച് നോക്കിയാൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ്. ഞാനതിനകത്ത് രാഷ്ട്രീയം പറയുക എന്ന രൂപത്തിലേക്ക് എടുക്കേണ്ടതില്ല. കേന്ദ്ര വനസംരക്ഷണ നിയമവും വന്യജീവി സംരക്ഷണ നിയമവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിജയൻ ഇവിടെ സൂചിപ്പിച്ച പോലെ കൺകറന്റ് ലിസ്റ്റിലാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം, മനുഷ്യത്വരഹിതമായ ചില സന്ദർഭത്തിൽ ജുഡീഷ്യറിയുടെ ഇടപെടലുണ്ട്. ഉദാഹരണം, ഇടുക്കി ജില്ലയിൽ 14 ആളുകളെ അതിദാരുണമായി കൊലപ്പെടുത്തിയ അരിക്കൊമ്പൻ എന്ന് പറയുന്ന കൊലയാളിയായ ആന, അതിനെ പിടിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വനം മന്ത്രി പങ്കെടുത്ത് ജില്ലയിലെ ജനപ്രതിനിധികളും എല്ലാമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. എല്ലാവിധമായ സംവിധാനം ഉപയോഗപ്പെടുത്തി ആനെ പിടിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചു. അപ്പോഴാണ് രാത്രി 12 മണിക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 12 മണിക്ക് യോഗം ചേർന്ന് ആനയെ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിറക്കി. അതിനാധാരമായ കാര്യം എന്താണ്? തൃശ്ശൂരുകാരനായിട്ടുള്ള ഒരു വന്യജീവി പ്രേമി, ആനപ്രേമി, രാത്രിയിൽ കൊടുത്ത ഒരു പെറ്റീഷനെ വെച്ച് രാത്രി 12 മണിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിറ്റിംഗ് നടത്തുന്നു. ആനയെ പിടിക്കാൻ പാടില്ല എന്ന് പറയുന്ന വന്യജീവി പ്രേമികളുടെ ഭാഗമായി തീരുമാനമെടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം നിയമപരമായി ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചാൽ, ഒന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇക്കാര്യത്തിലുള്ള കേന്ദ്ര നിയമം, 2 ചില സന്ദർഭങ്ങളിൽ മനുഷ്യത്വരഹിതമായി പരിസ്ഥിതിവാദികളും അതുപോലെ തന്നെ വന്യജീവി പ്രേമികളുമായ ആളുകൾ എടുക്കുന്ന നിലപാടുകൾ, ഇതെല്ലാം സ്വാഭാവികമായി ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യും കാലും വരിഞ്ഞു മുറുക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഖേദപൂർവ്വം പറയട്ടെ, വയനാടിൽ 3 ആളുകൾ മരിച്ചു. ഇടുക്കിയിൽ സമീപ ദിവസങ്ങളിൽ കോയമ്പത്തൂരുകാരനൊരാൾ വന്ന് മരിച്ചു. അവസാനം ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചു. കേരളത്തിൽ മാത്രമല്ല ഇത്, അരിക്കൊമ്പനെ പിടിച്ചുകൊണ്ടുപോയി വനാന്തരത്തിൽ വിട്ടു. ആ വനാന്തരത്തിൽ വിട്ട അരിക്കൊമ്പൻ കമ്പത്തേക്കിറങ്ങി 5ഓളം വരുന്ന വാഹനങ്ങൾ തകർത്തു ഒരാളിനെ അടിച്ചു കൊന്നു. അരിക്കൊമ്പൻ കേരളത്തിൽ മാത്രമല്ല കൊലപാതകം നടത്തിയിട്ടുള്ളത്, ജനങ്ങളെ ആക്രമിച്ചിട്ടുള്ളത്. കമ്പത്ത് കൊണ്ട് വനാന്തരത്തിൽ വിട്ട ആനയെ അവിടെ നിന്നിറങ്ങി കമ്പത്തൊരാളെ അടിച്ചു കൊലപ്പെടുത്തി. കേരളത്തിലെ പോലെ പ്രതിഷേധം അവിടെ ഉയർന്നു വന്നില്ല. കേരളത്തിലെ പോലെ പ്രതിഷേധം ഉയർന്നു വന്ന് മനുഷ്യസ്നേഹമില്ലാത്ത ആളുകളല്ല തമിഴ് ജനതയെന്നുള്ളത് കൊണ്ടല്ല. ആ വിഷയത്തിനോട് മാധ്യമങ്ങൾ സ്വീകരിച്ചൊരു സമീപനം അല്ല, ഖേദപൂർവ്വം പറയട്ടെ, കേരളത്തിലെ ചില മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്.
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായി ഏത് വിഷയത്തെ കിട്ടിയാലും രാഷ്ട്രീയമായി നേരിടുക, ഗവൺമെൻറ് രാഷ്ട്രീയമായ പ്രതിരോധത്തെ നിർത്തുക എന്ന പ്രതികരിക്കുക എന്ന സമീപനം, ആക്രമിക്കുക എന്ന സമീപനം ഈ കാര്യത്തിൽ സ്വീകരിക്കാറുണ്ട്.